ഹലോ ഗായ്സ്, ഞങ്ങൾ അല്ലേ ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. നിന്റെ മാപ്പിളേനെ ഇൻട്രോ പറയണേ, പറഞ്ഞോളെ. ഗായ്സ്, ജബൽ ഹഫീദിന് താഴെ ഫെസ്റ്റിവൽ എടുക്കണ്ട, അല്ലേ ഫെസ്റ്റിവല്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം. കാരണം ഇപ്പോഴത്തെ ഒരു അല്ലയിൽ ഫെസ്റ്റിവൽ എടുക്കുമ്പോ ഞാൻ എന്റെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ മോശത്താനായിരിക്കാം ഞമ്മക്കും, നിങ്ങൾക്ക് കാണിച്ചു തരാത്ത നിങ്ങൾക്കും അല്ലേ. അപ്പൊ പ്രേക്ഷകർക്ക് എങ്ങനെ മോശമാണെന്ന് നമ്മൾ പോവാത്തത്. അപ്പൊ ഗൈസ്, മുബസറിയില് എന്തോ ഫെസ്റ്റിവലോ എന്തോ പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട്. അപ്പൊ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നപ്പോ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മളും പോയേച്ചും കണ്ടേച്ചും വരാം. അപ്പൊ ഗൈസ്, നമ്മളിവിടെ മുബസർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ജബൽ ഹഫീദ്? അപ്പൊ ഗൈസ്, വി റീച്ച് ഹിയർ. എന്താണ് പരിപാടി എന്നൊക്കെ പോയി നോക്കട്ടെ. കുറെ ദിവസമായിട്ട് ടിക്ടോക്കും ഇൻസ്റ്റഗ്രാമും ഇതന്നെ. അല്ലെങ്കിൽ മുബസറയിൽ ജബൽ ഹഫീദിന്റെ താഴെയെന്ന് പറഞ്ഞിട്ട് കാണുന്നത്. എന്താണ് ജബൽ ഹഫീദിന്റെ താഴെ ഉള്ളതെന്ന് പോയി നോക്കാണ് ഗൈസ്. നമ്മള് തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികളും ജനങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറെ ലൈറ്റും വെളിച്ചൊക്കെ കാണുന്നുണ്ട്. ജനങ്ങൾ ക്ലാസ് എത്തോ? അതാണ് ഗൈസ്, ജനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഗൈസ്. സോ മെനി പീപ്പിൾ. ഭയങ്കര തിരക്കാണ് ഇവിടെ. വണ്ടി നിർത്താൻ സ്ഥലം കിട്ടൂല എന്നുള്ള മറ്റേ തിരക്കാണ്. ഇത്രയും തിരക്കൊന്നും ഞാൻ ജബൽ ഹഫീദിൽ ഇതുവരെ കണ്ടിട്ടില്ല. ജബൽ ഹഫീദിൽ ഒരു 100 വട്ടം വന്നിട്ടുണ്ടാവും. ഇത്രയും വണ്ടികളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. നിറച്ചും ജനങ്ങളും ഉണ്ട് ഗൈസ്. അവിടെയാണ് ഗൈസ് പരിപാടിയൊക്കെ നടക്കുന്നത്. ഒച്ചക്ക് കേൾക്കുന്നുണ്ട്. ഒരുപാട് എന്തൊക്കെ സ്റ്റോളുകളോ എന്താണത് മനസ്സിലാവണില്ല. എന്തായാലും നമ്മൾ പോയച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം ഗൈസ്. ഇവിടെ എന്തൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെയും മക്കളെയൊക്കെ കൊണ്ടുവരുന്നത് സെറ്റപ്പാണ്. പിന്നെ മാപ്പിളയിലെ ഫോൺ ചെയ്ത് നടക്കണം, കാണുന്നില്ല ഗൈസ്. ഫോൺ വന്നാൽ പിന്നെ അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു തന്നത് നൈസ് ആംബിയൻസ് ആണ് ഇവിടെ മുബസറയിൽ. പ്രോഗ്രാമിൻ്റെ അവിടേക്ക് നമ്മൾ എത്തണേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഫുഡൊക്കെ കൊണ്ടുവരും. നല്ലൊരു നൈസ് ആംബിയൻസ് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. നമ്മൾ കാറ് പാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് നടക്കണം. ഇവിടെ ഫുള്ളാണ് കഴിച്ച കാറ്. എല്ലായിടത്തും ഇത്ര ഫുള്ളായി കണ്ട ഇതുവരെ കണ്ടിട്ടില്ല ജബൽ ഹഫീദിൽ വന്നിട്ട്. വണ്ടി നിർത്തണമെങ്കിൽ നമ്മൾ തപ്പി കിട്ടിയതാണ് ഒരു സ്ഥലം. ഇനി നമ്മൾ നടക്കോട്ടെ, അങ്ങോട്ട് എത്തണം ഗൈസ്. ഫുഡൊക്കെ കൊടുന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ. നമ്മളിങ്ങനെ അവിടെയാണ് പ്രോഗ്രാം നടക്കണേ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ എന്തോ പുകയണൊക്കെ ഉണ്ട് ഗൈസ്. ലേസർ ലൈറ്റൊക്കെ കാണുന്നുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗേറ്റ്. പോയി നോക്കട്ടെ. ഒറ്റപ്പായിട്ടോ. ഇതെന്താ എഴുതിയിരിക്കണേ? ഗ്ലോബൽനോ? ദിസ് ലുക്സ് നൈസ്. കാര്യമായിട്ട് എന്താ പരിപാടി എന്ന് അറിയില്ല. നമ്മൾ പോയി നോക്കട്ടെ. കുറേ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ. എന്തായാലും നമ്മൾ പോയി നോക്കട്ടെ. അതിൽ വലിയ കാലില്ല മനുഷ്യന്മാരെ നടക്കുന്നുണ്ട്. അത് കാണാനാണ് ഇപ്പം നമ്മൾ കാത്തിരിക്കുന്നത്. കുട്ടി ബസ് ഇതാ, കുട്ടി ബസ്. കണ്ട കഴിച്ച വലിയ കാലില്ല മനുഷ്യന്മാർ. നിങ്ങൾക്ക് കയറണമേ? കയറി നിൽക്കാൻ വെക്കോ? ഇവിടെ ഒരു ചെരിഞ്ഞ് കിടക്കണ എന്താ പറയാ, ഈഫിൽ ടവറൊക്കെ ഉണ്ട് ഗൈസ്. അവിടെയാണ് സ്റ്റോളുകളൊക്കെ വരുന്നത്. അവിടെയാണ് നമുക്ക് പോണ്ടേ ഈഫിൽ ടവർ കാണാന്. എന്നാ പോവാ. ഈഫിൽ ടവർ പൊളിച്ചാനയക്കണ്. പൊളിക്കണുണ്ടെന്നൊക്കെ കണ്ടിനി. അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല ഗൈസ്. ഇവിടെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. നമ്മൾ പോയോക്കട്ടെ. നമ്മൾ സ്റ്റോളൊക്കെ പോയോക്കട്ടെ. ഇവിടെ ഒരുപാട് സ്റ്റോളുകളുണ്ട്. തിന്നുന്ന സ്റ്റോളുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയുള്ള പോയോക്കട്ടെ. മെയിനായിട്ട് തിന്നാൾ തന്നെയാണ് തോന്നുന്നുണ്ട്. പോയോക്കട്ടെ. കാര്യമായിട്ട് ഇവിടെ ഫുഡിന്റെ സ്റ്റോളുകൾ തന്നെയാണ് ഞാൻ കണ്ടത്. ഇവിടെ 2 മനുഷ്യന്മാർ നിൽക്കണം. ഒരാൾക്ക് തല ഉണ്ട്, ഒരാൾക്ക് തലയില്ല. ഒരാളെ തല എവിടെ പോയാവോ. എനിവേ, ഇവിടെ ഫുഡിൻ്റെ സ്റ്റോളുകളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ചിത്രം വരക്കണമല്ലൊക്കെ ഉണ്ട്. എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട്. ഫുഡ് ഐറ്റംസ് ഉണ്ട്, ജ്വല്ലറികളുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് തിന്നാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. നമ്മളെ താജ്മഹലാണ് ഈ കാണുന്നത്. താജ്മഹലൊക്കെ ഇവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ UAE മഞ്ഞല് ഗൈസ്. ഒരു താത്ത വീണടക്കണെന്ന് പറഞ്ഞാണ്ട് കൊണ്ടുവന്ന് കാണിച്ചതാണ്. ഈ താത്താക്ക് തലയില്ല. തല എവിടെ? തല നിങ്ങൾ എടുത്തോണ്ടായോ?
കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ മുതലാവും കഴിച്ചാൽ. സോ കുട്ടികളും മക്കളൊക്കെ എല്ലാവരും വന്നോളി. കുട്ടികൾക്ക് ഇതൊരു എൻജോയ്മെന്റ് ആയിരിക്കും. അതില് കയറണോ? കയറ്റോ ചോദിച്ചോക്കെ. ഇത്ര വലിപ്പല്ലേ സൈസ് അതിൽ കയറുമോ ചോദിച്ചോക്കെ. എന്തിന് കയറ്റിയില്ലെങ്കിലോന്നല്ലേ? ചോദിച്ചിട്ട് കയറ്റിയില്ലെങ്കിൽ സങ്കടാവും അല്ലേ? ശരിയാ. ഡിഷുകൾ വായിച്ചോക്കട്ടെ. നമ്മളിത് ഓർഡർ ചെയ്യാൻ നിൽക്കാണ് ഗൈസ്. ഇതിനെന്താ പറയാ, കബാബോ? ഐ ഡോണ്ട് നോ. വരിയാണ് ഇവിടെ, വരി വന്നിട്ട് വേണം വാങ്ങാൻ. ഇയാൾ വരിയിലൊന്നുമല്ല, ഇയാൾ ഒറ്റക്കാ നിൽക്കണേ. ഞാനാണ് വരിയിൽ നിൽക്കണേ. ഇയാൾ ഇവിടെ തൊള്ളിയും വിളിച്ച് നിൽക്കണ്ടേ, എന്താ അറിയില്ല ഗൈസ്. നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു. അരമണിക്കൂർ പിടിക്കുന്നാണ് പറയണത്. അപ്പം നമ്മൾ ഇതിലെങ്ങനെ നടന്നിട്ട് അവിടേക്ക് കണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അല്ലേ? സാധനം കിട്ടാൻ ഒരു 10-25 മിനിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലോ. ഫുഡിൻ്റെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം പോയി കണ്ടേച്ചും വരാൻ വിചാരിച്ചു. അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ കാട്ടണ്ടേ. ഗൈസയിൽ വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. അതൊന്നും കാണിച്ചു തരാൻ നീച്ചാനാവില്ല. കൊയങ്ങി ഗൈസ് നടന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ടിക്കാണ് ഓർഡർ ചെയ്തല്ലേ? അതിനെന്താ ടിക്കെന്നല്ലേ പറയാ? എന്തൊക്കെ ഒന്ന് ചെമ്മീനാണ്, പിന്നെ ചിക്കന്, ബീഫ്, ഈ 3 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ പിടിക്കും പോലും. ഞാൻ അവിടെ കുറെ ചുട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വേഗം കിട്ടും, തിന്ന് വേഗം പോകാൻ വിചാരിച്ചു. വിഷമം നിൽക്കണേ. അതെ, ഞാൻ വിഷമം ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം ഗൈസ്. പോലി 25 മിനിറ്റ് പറഞ്ഞിട്ട് വേഗം ആയോ? അപ്പൊ ഗൈസ് നമ്മൾ പോയി കഴിച്ചോക്കട്ടെ. അവിടെ ഇരിക്ക. ഉണ്ട്, ടേസ്റ്റ് ഉണ്ടോ? സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ മാപ്പിള കൊണ്ടുപോയി, ഞമ്മക്കില്ല. ഇവിടെ ഇരിക്കവാ, ഇവിടെ സ്ഥലമുണ്ട്. കുഞ്ഞോ എങ്ങോട്ട് പറ. സൂപ്പർ. കുറച്ച് തോന ഓർഡർ ചെയ്താൽ മതി. എങ്ങനെ? കുറച്ച് തോന അല്ല, എന്നാലും ഇത് നമ്മളൊക്കെ വേറെ ഫുള്ളാവാ. 6-നല്ലേ? ഡയറ്റാണ് കുറച്ച് മതി. മീനും ചുട്ടത് പ്രശ്നമല്ല ഡയറ്റിങ്ങില്. അങ്ങനല്ലേ, കൊറേ ക്വാണ്ടിറ്റി കഴിക്കാൻ പാടില്ലല്ലോ. പാകത്തിനല്ലേ കഴിക്കാൻ പാടുള്ളൂ ഡയറ്റ് ചെയ്യുന്നല്ലേ. ചെമ്മീൻ കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഉണ്ട്, നോക്കട്ടെ. ഇതിൽ പുളി മസാലയൊക്കെ ഉണ്ട്. മസാലയിൽ മുക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട്. നമ്മള് മറ്റേ ഇതിൽ പോയി കഴിച്ച ഓർമ്മ ഉണ്ടോ? കൂന്തളിന്റെ ഫിലിപ്പിനോ ഫുഡ്. ഹൗ വാസ് ദാറ്റ്? അത് 10 റംസ് നമ്മൾ കൊട്ടയിൽ കൊണ്ടുപോയിട്ട് ഗൈസ്. ഇത് 10 റംസ് കൊടുത്താലും 20 റംസ് കൊടുത്താലും കൊടുത്തതിന് മുതലുണ്ട്. വെരി ടേസ്റ്റി. നക്കി നക്കി തിന്നാലേ, നക്കിയേ. ഇപ്പൊ മനസ്സിലായില്ലേ ആൾക്കാരെന്താ കൊറേ വാങ്ങണേ? നമുക്ക് ഇനി വരാലോ, നാളെയോ മറ്റന്നാളെയൊക്കെ വരാൻ ഇൻഷാല്ലാ. പോവല്ലോ എന്നാല്. എന്നാ പാത്രം പിടിച്ചോ, കാറിൽ പോകുമ്പോ തിന്നാ. നക്കി നക്കി തിന്നാ. നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞിട്ട് പോട്ടെ ഗൈസ്. ഒരൊട്ട കയ്യിൽ പോണുണ്ട്, നമ്മൾ ഓടിപ്പോട്ടെ. കിട്ടോ നോക്കട്ടെ, ഒട്ടക സവാരി നടത്താൻ കിട്ടോ നോക്കട്ടെ. എവിടെ? അതാ പോകുന്നു ഗൈസ്. അതാ ഇയാള് മറന്നു. കുതിര സവാരി ഇതാ വരുന്നു ഗൈസ്. നൈസ്. ഒട്ടകം ഇതാ അവിടെ എത്തി. ഒട്ടക സവാരി വരുന്നുണ്ട് ഗൈസ്. കേറണോ? കേറണോ? എത്ര ചോദിച്ചോക്ക്? നിങ്ങൾക്ക് പോണേ ചോദിച്ചോക്ക്. ഞാൻ കയറണില്ല കേട്ടോ. അതിന്റെ മുകളിലല്ല നിങ്ങൾ ഇരിക്കുക. അപ്പൊ നമ്മൾ രാജസ്ഥാനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒട്ട സവാരിയൊക്കെ പോകണ്ടേ? മറ്റേ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പെരയെ കൊണ്ടുപോയി കുളിപ്പിച്ചേണ്ടി വരും. അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇനി? സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. എല്ലാരും ഒന്ന് വരണം, അല്ലേലുള്ള എല്ലാരും വരണം. കാരണം സംഭവമാണ്.
സംഭവം രസമുണ്ട്. ഇവിടെ ഉണ്ട് ടിക്ക. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. Must try ആണ്. കഴിച്ച ഇവിടെ ടിക്ക. വന്നിട്ട് മസ്റ്റ് ട്രൈ സംഭവമാണ്. നമ്മള് വെറും 2 ദിറംസ് 3 ദിറംസ് ഒക്കെ ഉള്ളൂ. ചിക്കനൊക്കെ വെറും 2 ദിറംസ് എന്ന് പറഞ്ഞാൽ മാരക ടേസ്റ്റ്. നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അത്ര വലിയ കട്ടിയിലൊന്നുമല്ല, പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ട്. കൊടുക്കുന്ന പൈസക്കുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഉണ്ട്. അതും അതിക്ക് മറ്റേ നല്ലൊരു പുളിയുള്ള സോസൊക്കെ ഉണ്ട്. എന്താ അറിയില്ല, സാധനം സീന് സാധനം സെറ്റാണ്. വന്ന് കഴിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.